ആ, തൊഴുത്തിലേക്ക്. ഉം. എന്ത് പറ്റി അല്ല അത് ചോദിക്കാൻ? ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായ എന്നും കാലത്ത് എഴുന്നേക്കുന്നുണ്ടെന്ന്. ഞാൻ ആ. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇങ്ങനെ രാവിലെ നടക്കാറ് പതിവുണ്ട്. ഉം. അപ്പൊ നമ്മൾ അവിടെ വന്നപ്പോഴും ഞാൻ 2 ദിവസം നടക്കാൻ ഇറങ്ങിയത്. അത് രാവിലെ ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ ഉറക്കം ഉണരും. ആ. കൃത്യ ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ശീലിച്ചതായതുകൊണ്ട്. അപ്പൊ ഉം. അങ്ങനെ ഞാനൊന്ന് എഴുന്നേറ്റിട്ട് ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചാൽ അടുക്കളയിലോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് അവിടെ കാണുന്നില്ല, പക്ഷെ കണ്ടില്ല. പിന്നെ ഞാൻ ഉം. നോക്കിയപ്പോ അവിടെ ഒരു വെട്ടം കണ്ട് തൊഴുത്തില്. ആ, ഞാൻ ആ സമയത്ത് അവിടെയായിരിക്കും. തൊഴുത്തിൽ 5 മണി. വെട്ടം. തൊഴുത്തിൽ വെട്ടം കണ്ടോട് ഞാനിങ്ങനെ എന്നാ പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടേ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി ആ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് അപ്പച്ചി അവിടെ ഇരുന്നിങ്ങനെ കറക്കുന്നത് കണ്ടു. ഓ, ഇനി എന്നിട്ട് പിന്നെ ചോദിച്ചുകൂടായിരുന്നോ അല്ല, എന്നാ? ചോദിക്കണമെന്നുണ്ടായിരുന്നില്ല. അത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്നെ വല്ലാതെ കൊതിപ്പിച്ചത്. അതുകൊണ്ട് പിന്നെ വിളിക്കാനും തോന്നിയില്ല. അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഞാൻ കറന്നു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നോ? ഏഹ് മാറി. അതുവരെ അതെ അതെ അവിടെ തന്നെ അവിടെ ആദ്യം പുറകെ നിന്ന് പിന്നെ കുറച്ച് സൈഡിലോട്ട് ഇങ്ങനെ മാറി നിന്നായിരുന്നു. കറക്കുന്ന കാണാൻ നല്ല ചേനല്ലേ, എന്ത് രസമായിരുന്നത്. ഞാൻ പിന്നെ രാവിലെ ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് അറിയാമല്ലോ, നമ്മുടെ ഉം. അറിയാതെ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ സൈഡിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് അയ്യോ പറയണ്ട, എനിക്ക് കൊതി നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ആ സമയത്ത് പിന്നെ ആരും അവിടത്തോട്ടൊന്നും വരത്തില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനൊന്നും കാണുന്നുണ്ടോന്നൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നീ ശരിക്കും ആസ്വദിക്കുമായിരുന്നല്ലേ? ആസ്വദിച്ചോന്നൊന്നും വന്ന് പറയണ്ട. വന്ന് ചോദിച്ചുകൂടായിരുന്നെന്നോ? അത് കേക്ക് എനിക്ക് കൊതി വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മാറി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ തോർത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ, അതെ അതെ. ഇങ്ങനെ ചെയ്ത് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തോർത്തങ്ങ് മാറിപ്പോയി. അത് അത് മാത്രമല്ല പിന്നെ ഞാൻ സാരി. ശ്രദ്ധിക്കാറില്ല. അത് മാത്രമല്ല അത് മുട്ടിന്റെ അവിടെ വരെ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ. ഉം, ഉം, ഉം. ആ, അങ്ങനെ ഇരിക്കുന്നെ. ഉം. പിന്നെ മണ്ടവശം കൂടെ തോർത്തൂടെ അപ്പൊ മാറിക്കഴിഞ്ഞ് താഴെയും കണ്ടപ്പോഴത്തേക്ക് കണ്ടാണല്ലോ നീ. ചെറുതായിട്ട് കണ്ടായിരുന്നു. അത് ഞാൻ പറയാം, എനിക്ക് ആദ്യം കേക്ക്. ഉം. എന്നിട്ട് തോർത്തും കൂടി ഇങ്ങനെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി മറിയുമായിരുന്നു. അവിടെ മണ്ടയ്ക്ക് ഒന്നും ഇടാറില്ലേ? ഓ, കാലത്തെ എഴുന്നേറ്റ് വരുന്നതല്ലേ. രാത്രിയില് കുളിച്ച് കിടക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇടാറില്ല. ഇടാതെ അകത്തുന്നു. അപ്പൊ ഇങ്ങനെ അങ്ങനെ തന്നെ രാവിലെ എഴുന്നേക്കുന്നല്ലേ കാലത്ത്. ഇങ്ങനെ അനങ്ങുന്നത് കാണാനായി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ആ ഇരിപ്പൂടെ ആയപ്പോഴത്തേക്ക് ഞാനിപ്പുറത്ത് മാറിയത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നടക്കാനൊന്നും പോകാൻ തോന്നിയില്ല. നടക്കാൻ ഞാൻ പോയുമില്ല. ഒരു അരമണിക്കൂറോളം അത് കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തെങ്കിലും ഇങ്ങനെ എന്നിട്ട് ആസ്വദിച്ച് കയ്യിലെടുക്കുമായിരുന്നു നോക്കിയിട്ട്. ഒന്നാമതായിട്ട് അല്ല, ആ സമയത്ത് അങ്ങനെ തന്നെ നിൽക്കുമല്ലേ. അപ്പൊ പിന്നെ ഉം. ഇതുകൂടെ കാണുമ്പോ പിന്നെ പറയണ്ടല്ലോ. മെല്ലെ ഞാൻ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരു തവണ ഞാൻ കളഞ്ഞു. പക്ഷെ കളഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കണ്ണി കണ്ടുകൊണ്ടിരിക്കുമല്ലയോ. കളഞ്ഞിട്ട് എനിക്ക് മതിയാവണ്ടേ, പൊടി അടങ്ങുന്നില്ല. ഉം. അങ്ങനെ ഞാൻ നോക്കി ഇച്ചിരി ഇങ്ങോട്ട് അപ്പച്ചി ഇങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കാലിന്റെ അവിടെ കണ്ടിങ്ങനെ ചെറുതായിട്ട് ആ വെട്ട് പഠിക്കുന്ന ആ വെട്ടത്തിന്റെ ഇതും കൂടെ ശരിക്കും അങ്ങനെ കാണാൻ പറ്റും. അപ്പച്ചി ഓർക്കുന്നില്ലല്ലോ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ട്, അറിയുന്നില്ലല്ലോ. അതെ. പുറത്ത് മാറി നിൽക്കുകയല്ലേ. അല്ല, അത് നീ ഞാൻ പുറത്തൂടെ ഒരാളിങ്ങനെ മാറി. അവിടുന്ന് മാറി നിന്ന് ആസ്വദിക്കുന്നുണ്ട്, ഞാനും അറിയുന്നില്ലല്ലോ. ഞാൻ അന്നേരം തന്നെ എടുത്ത് പുറത്തിട്ടായിരുന്നു ആദ്യം തന്നെ. പുറത്തിട്ട് പിന്നെ പിടിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓരോ നീക്കങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. നിനക്കെന്നാ അടുത്ത് വന്നുകൂടായിരുന്നോ? ഞാൻ ശരിക്കങ്ങ് അടുത്ത് വരായിരുന്നല്ലോ. പക്ഷെ അടുത്ത് വന്ന ശരിക്കങ്ങ് കളഞ്ഞു വരുമായിരുന്നല്ലോ. അല്ല, അടുത്ത് വന്ന് അപ്പച്ചി എങ്ങനെ അത് എങ്ങനെ എന്ത് വിചാരിക്കുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മടിച്ചു. അത് മാത്രമല്ല, അങ്ങനെ കണ്ടു നിൽക്കാൻ ഒരു അവിടെ പ്രത്യേക. പിന്നെ ആരും വരത്തില്ലല്ലോ ആ സമയത്തൊന്നും. അല്ലെന്നേ ആ അങ്ങനെ കണ്ടു സമയത്തൊന്നും നിൽക്കാൻ ആരും വരത്തില്ല. അങ്ങനെയല്ല, അവിടെ കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അനങ്ങാതെ വിളിക്കാതെ ഞാൻ എന്നിട്ട് എത്ര നടക്കാനും തവണ പോവുകയും കളഞ്ഞു? ചെയ്തില്ല. ആദ്യം ആ, ഒരു തവണ കളഞ്ഞു. ഉം. പിന്നെ അത് വന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമല്ലോ, കണ്ണിലിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച. ശരിക്കും കാണുമായിരുന്നല്ലോ പോലെ ശരിക്കും പുറത്തൊക്കെ കാണാം. മാറിയപ്പോഴത്തേക്ക്. ഓർത്ത് മാറിയപ്പോഴേ ശരിക്കും കണ്ട്. അയ്യോ നല്ല ഒട്ടച്ചിങ്ങനെ ഒടച്ചെടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ട് ഇങ്ങനെ ഒടച്ചെടുക്കണമെന്ന് തോന്നിയായിരുന്നു. നീ എപ്പോഴാണ് പിന്നെ വരുന്നേ?
അടുത്ത മാസല്ലേ? ഇപ്പൊ അടുത്ത മാസം ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു അടുത്ത മാസം വരുമെന്ന്. ഉം. അടുത്ത മാസം ഒരു അല്ല, അടുത്ത മാസം വന്നിട്ടാകുമ്പോ ഇതുപോലെ നീ കാലത്ത് സത്യം എഴുന്നേറ്റിട്ടുമ്പേ. പറഞ്ഞാൽ എനിക്ക് അന്നേരം ഓർമ്മ പിന്നെ ആ അപ്പച്ചി അങ്ങനെ ഇരിക്കത്തില്ലേ, ഉം. ആ ഒരു ഇരിപ്പിൽ തന്നെ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഇങ്ങനെ തരാൻ തോന്നിയായിരുന്നു ആ ഒരു ശരിക്കും ഇരിപ്പിൽ ഞാൻ തന്നെ. എടുത്തരായിരുന്നല്ലോ, എന്റെ വായി തന്നാ മതിയായിരുന്നു. അതാ പറഞ്ഞ ആ ഒരു ഇരിപ്പിൽ തന്നെ ഇങ്ങനെ തരാൻ തോന്നി ആയിരുന്നു. കാണാൻ നല്ലൊരു നീ കളഞ്ഞു എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്കിവിടെ നനയുന്നു. കളഞ്ഞു എന്ന് പറഞ്ഞാൽ കളയാതിരിക്കാൻ പറ്റുമോ? ഒന്ന് രണ്ട് തവണയാണ് കളഞ്ഞത്. ആദ്യത്തെ തവണ പെട്ടെന്ന് പോയി. രണ്ടാമത്തെ തവണ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ പുറത്തെടുത്തിട്ട് പുറത്ത് എടുത്തിട്ടപ്പോഴത്തേക്ക് നല്ല സാന്ദ്രയായല്ലോ പിന്നെ പിടിക്കാൻ വേണ്ടി. നീ ഇത് പക്ഷേ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊതിയാവുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് അതായത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കണ്ടിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമാണ്. അപ്പൊ ഉം. ഞാനിങ്ങനെ ആഗ്രഹിച്ചു, അയ്യോ ഇത് നേരിട്ട് അപ്പച്ചിയുടെ അടുത്ത് വന്നപ്പോ അതുപോലെ തന്നെ മറ്റേ തരാൻ പറ്റുമായിരുന്നു എന്തുമായിരുന്നു. ആ ഇരിക്കുന്ന ഇരിപ്പ് ടോർത്തൊക്കെ മാറി കിടക്കുമല്ലേ, അപ്പൊ ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വായിലോട്ട് തരാൻ പറ്റുമായിരുന്നു. നല്ല സുഖമായിരുന്നു അത്. അങ്ങനെ തന്നെയാണെങ്കിൽ ശരിക്കും വന്നേന്. കാലത്തെ ആ സമയത്തൊക്കെ അതൊക്കെ കൊറേ നമുക്ക് നേരം കൊറേ സമയം എടുത്തും ചെയ്യും അവിടെ നിന്ന് ആരും കാണത്തില്ല. അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു, ആ വെട്ടം മാത്രം. ഞാനാ അല്ല, അവിടെ പിന്നെ അതിനും കുറച്ച് മാറി അപ്പുറത്തേക്ക് മാറിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആരും അറിയത്തില്ല. അല്ല തൊട്ടപ്പുറത്തെ സൈഡ്. ഞാൻ ഒന്ന് രണ്ട് തവണ എന്റെ കയ്യിൽ പോയായിരുന്നു വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ പഠിച്ച് കാര്യം പെട്ടെന്നേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ല, ആ കുറച്ച് സമയത്ത് ഒന്നാമത് ഉം, നേരം വൈകിയായിരുന്നു എഴുന്നേക്കാനേ. അപ്പോ ആ സമയത്ത് എനിക്ക് സമയം കിട്ടത്തില്ലായിരുന്നു. ഇനി അടുത്ത മാസം വന്നിട്ടാകുമ്പോ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ അവിടത്തോട്ട് വരാം. നീ അവിടെ ആ ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് മാറി നിന്നാ മതി. മാറി നിൽക്കാൻ എന്തൊരു തുടിപ്പാ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തുടിപ്പിരിക്കുന്നത്. ഉം. അയ്യോ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതിന്റെ ഒരു എനിക്ക് സുഖം അങ്ങനെ ഒരു കൊതിയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തരുമായിരുന്നു. അല്ല, അതിന്റെ സുഖം കളയേണ്ടെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്. മാറി നിന്നിട്ട് പിന്നെ പുറത്തിട്ട് ഉം. ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖം ഇങ്ങനെ നേരിട്ട് കണ്ടോണ്ട് ഒരു ഫീൽ അത്. അപ്പൊ അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്. ചെയ്യാതെ അത് നല്ല സമയം എടുത്താണല്ലോ ചെയ്യുന്നത്. 1 മണിക്കൂർ എങ്ങാണ്ടോളം കറന്നല്ലോ. അതെ, അതെ. അന്നേരം നല്ല വെളുപ്പിന് സമയമായിട്ട് അത് പൊങ്ങി പൊങ്ങി തന്നെ നിൽക്കുക. ഇത് ഉം. കാണും തോറും പൊങ്ങി വരുക. എന്നാ ഒരു തവണ കളഞ്ഞിട്ടാണെങ്കിലും പിന്നെയും പൊങ്ങി വരുക, കളഞ്ഞിട്ടും പൊങ്ങി വരുക. അപ്പൊ പൊങ്ങി വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട്. അത് അതുപോലെ തന്നെ നല്ല ഇങ്ങനെ കുടിക്കാൻ തരുമായിരുന്നു എന്തുമായിരുന്നു. അത് എനിക്ക് കളഞ്ഞു എന്ന് കേട്ടിട്ട് ഭയങ്കര ഇങ്ങനെ ഒലിക്കുന്നു. ഉം. അന്നേരം അപ്പച്ചി അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരാൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം. കാണുന്നുണ്ടെന്ന് ഇനി അറിയാം. വന്നു കഴിഞ്ഞാ നിനക്ക് എല്ലാം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല അവിടെ അതിനെ പറ്റുമോ? അവിടെ മാറി അപ്പുറത്തെ സൈഡ് അതിനുള്ള കുറച്ച് ചെറിയൊരു സൗകര്യമുണ്ട്. ഉണ്ടോ? ഉം. അകത്താണോ? തൊഴുത്തിനപ്പുറത്താണോ അല്ലേ? ആ, അപ്പുറത്തെ സൈഡ്. ഞാൻ ഇപ്പുറ സൈഡാണ് നിന്നത്, ഇപ്പുറ സൈഡാണ്. ഉം. പക്ഷെ ഞാൻ അല്ല, നീ അവിടെ നിന്നാ മതി. ആ, അല്ല വന്നു കഴിഞ്ഞാ. ഞാൻ അന്നേരം അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഇനി എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടേ അപ്പച്ചി അറിഞ്ഞാലെന്ന് വിചാരിച്ചാൽ അവിടെ ഇങ്ങനെ അനങ്ങാതെ ശ്വാസം പോലും വിടാതെ നിൽക്കുമായിരുന്നു. ആ തോർത്തങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് അയ്യോ തുടിച്ച് പിന്നെ ചാടി അകത്തൊന്നും അലക്കി മാറി. ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ ശരിക്കും ഇങ്ങനെ ഇളകി കളിക്കും. അതെ, അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നന്നായിട്ട് ചാടിയിരിക്കുന്നോണ്ടേ. അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി, കണ്ടപ്പോഴേ ഉം. മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു നിമിഷം ഞാനൊന്ന് കൊതിച്ചായിരുന്നു അടുത്ത് വന്നിട്ടേ ഉം. അതിലൊക്കെ ഇട്ട് ഇങ്ങനെ കട്ടയ്ക്കൊന്ന് ഉരച്ചെടുക്കാൻ വേണ്ടി ഒന്ന് കൊതിച്ചായിരുന്നു. പിന്നോർത്ത് ആ ഒരു മൂഡ് കളയേണ്ടെന്ന് വിചാരിച്ചു. ഒരു പ്രത്യേകതന്റെ മൂടല്ലായിരുന്നോ? ഉം. അങ്ങനെ നിന്ന് ഞാൻ നടക്കാനും പോയില്ല. അവസാനം
അപ്പച്ചി പിന്നെ തോർത്തൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ നേരെ നിന്ന് അവിടത്തേക്ക് പോയപ്പോഴത്തേക്കാണ് ഞാൻ സൈഡിൽ കൂടെ പോയത്. പക്ഷെ ഞാൻ